മെൻ്റൽ ഹെൽത്ത്, പീഡിയാട്രിക് ഈ ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് എലിജിബിൾ ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. 2017 മുമ്പ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് ഈ ഒരു പാത്വേ പറ്റുമോ എന്നുള്ളത്. ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ ആപ്ര നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ ആപ്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്പീക്കിംഗ് കൺട്രി അല്ലാത്ത സ്ഥലങ്ങളിൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് എങ്ങനെയാണ് എക്സാംസ് ഇല്ലാതെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആപ്രയ്ക്ക് ഒത്തിരിയും നഴ്സസിനെ, അതായത് ഇപ്പോൾ ഒരു 40 കഴിഞ്ഞ നഴ്സസോ അല്ലെങ്കിൽ ഏജ് 40 ക്രോസ് ചെയ്ത ഒത്തിരി നഴ്സസിൻ്റെ ആപ്ലിക്കേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പാത്വേ ഓപ്ഷനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലുള്ള നഴ്സസിന് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സാംസ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് വന്നത് ജാനുവരി 2025 ഏപ്രിൽ മുതലാണ് ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പാത്വേ ഓപ്ഷൻ എന്ന് നോക്കാം. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് അവർക്ക് എങ്ങനെയാണ് ഈ ഒരു പാത്വേ ഓപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഒരു പാത്വേയിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് വേറൊരു പാത്വേ ആണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലാത്ത സ്ഥലങ്ങളിൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് എങ്ങനെയാണ് എക്സാംസ് ഇല്ലാതെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാത്വേയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന കൺട്രീസാണ് കാനഡ, അയർലൻഡ്, UK, സിംഗപ്പൂർ, സ്പെയിൻ, US തുടങ്ങിയ രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസിനാണ് ഈ ഒരു ഓസ്ട്രേലിയൻ പാത്വേ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളിതിൻ്റെ ഓരോ റിക്വയർമെൻ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവണമെങ്കിൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ BSc മിനിമം ക്വാളിഫിക്കേഷൻ വേണം. GNMസിനെയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനെയോ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ആപ്ര ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവർ GNM + GCN, GNM + GDN ഓർ GNM + GCAN ഈ 3 ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, പോസ്റ്റ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, MSc നഴ്സസ് ഒക്കെ ഈ ഒരു പാത്വേ ഓപ്ഷൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. GNMs എലിജിബിൾ ആണോ, GNM ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ള നഴ്സസ് എലിജിബിൾ ആണോ എന്നുള്ളത് ആപ്ര ചെക്ക് ചെയ്തിട്ടായിരിക്കും പറയുക. സോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. കാരണം ന്യൂസിലാൻഡിൽ ഈ ഒരു പാത്വേ ഓപ്ഷൻ ഉണ്ടായിരുന്ന ടൈമിൽ GNMസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വെബ്സൈറ്റിൽ, ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ BScനെ മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിലും GNMസിനെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ ആപ്ര അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ്റെ അകത്ത് വേറൊരു ക്ലാരിഫിക്കേഷൻ തരുവാണെങ്കിൽ, ഇപ്പം മെൻ്റൽ ഹെൽത്ത്, പീഡിയാട്രിക് ഈ ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് എലിജിബിൾ ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അവരുടെ സോൾ ക്വാളിഫിക്കേഷൻ ഈ ഒരു പെർട്ടിക്കുലർ സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ അവർ എലിജിബിൾ അല്ല. അതായത് ചില കൺട്രിയിൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ് ഇൻ സൈക്കാട്രി, ബാച്ചലർ ഓഫ് നഴ്സിംഗ് ഇൻ പീഡിയാട്രിക്സ് അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അത് മാത്രം ചെയ്ത ആളുകളാണെങ്കിൽ, ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം ബാച്ചിലേഴ്സ് ചെയ്തവരാണെങ്കിൽ എലിജിബിൾ അല്ല. അതേസമയം ബാച്ചലർ ഓഫ് നഴ്സിംഗ് സാധാരണ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എടുത്തു, അതിനുശേഷം മാസ്റ്റർ ഓഫ് നഴ്സിംഗ് സൈക്കാട്രിയോ മെൻ്റൽ ഹെൽത്തോ പീഡിയാട്രിക്സോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ എലിജിബിൾ ആണ്. കാരണം നിങ്ങളുടെ മെയിൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് വരുന്നത് കോമൺ ബാച്ചലർ ഓഫ് നഴ്സിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് എക്സ്പീരിയൻസ്. 2017 ജനുവരി തുടങ്ങി 1 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1800 അവേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഈ പറയുന്ന കൺട്രിയിൽ നിന്ന് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള നഴ്സസ് മാത്രമാണ് എലിജിബിൾ ആയിട്ടുള്ളൂ. അതിൽ കാനഡ നോക്കുകയാണെങ്കിൽ 2 പ്രൊവിൻസസിലുള്ള നഴ്സസിന് മാത്രമാണ് എലിജിബിലിറ്റി ഉള്ളൂ. അത് BC ആൻഡ് ഒണ്ടാരിയോ ഈ 2 പ്രൊവിൻസിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 1800 അവേഴ്സ് ഓർ 1 ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ 2017 ജാനുവരി ഓർ സിൻസ് 2017 ജാനുവരി തുടങ്ങി ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എക്സാംസ് ഇല്ലാതെ ഓസ്ട്രേലിയൻ പാത്വേ വഴി രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും.
UK, അയർലൻഡ്, സിംഗപ്പൂർ, സ്പെയിൻ, US ഒക്കെ ആണെങ്കിൽ ഏത് പ്രൊവിൻസസിലോ ഏത് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിലും ഇഷ്യൂസ് ഇല്ല, അവർക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2017 മുമ്പ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് ഈ ഒരു പാത്വേ പറ്റുമോ എന്നുള്ളത്. ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ ആപ്ര നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ ആപ്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 2017 ശേഷം 2017 ജനുവരിക്ക് ശേഷം നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ നഴ്സസിന് മാത്രമാണ് ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ ഒരു പാത്വേ എക്സാംസ് ഇല്ലാതെ ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് 2017 മുമ്പാണ് BSc നഴ്സിംഗ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വേറെയുള്ള കൺട്രിയിൽ നിന്ന് പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാത്വേ ഓപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓസ്ട്രേലിയൻ എക്സാംസ് ആയ NCLEX-R, OSCE ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് ലൈസൻസ് കിട്ടുള്ളൂ. എക്സാം ഇല്ലാതെയുള്ള പാത്വേ ഓപ്ഷനിലേക്ക് നിങ്ങൾ എലിജിബിൾ അല്ല. ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് നഴ്സസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും പാത്വേ ഓപ്ഷൻ വഴി അല്ലെങ്കിൽ ന്യൂസിലാൻഡ് പാത്വേ ഒക്കെ വഴി ലൈസൻസ് കിട്ടുമായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആപ്രയ്ക്ക് ഒത്തിരിയും നഴ്സസിനെ, അതായത് ഇപ്പോൾ ഒരു 40 കഴിഞ്ഞ നഴ്സസോ അല്ലെങ്കിൽ ഏജ് 40 ക്രോസ് ചെയ്ത ഒത്തിരി നഴ്സസിൻ്റെ ആപ്ലിക്കേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അവർ യങ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നത്. ഏജിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ പറയുന്നില്ല, പക്ഷേ അണ്ടർസ്റ്റുഡ് ആണ്. 2017 ശേഷം ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് എന്ന് പറയുമ്പോൾ യങ് ആയിട്ടുള്ള നഴ്സസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ലാതെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് ഇഷ്യൂസ് ഇല്ല. പക്ഷേ UK, അയർലൻഡ്, കാനഡയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ഏജ്ഡ് ആയിട്ടുള്ളവരും ആയിരിക്കും. കാരണം ഇന്ത്യയിൽ നിന്ന് നല്ലപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടായിരിക്കും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയ ഇപ്പം നമ്മൾ മുൻപ് പറഞ്ഞ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഓസ്ട്രേലിയയിലേക്ക് എടുക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 2017 ജനുവരി എന്നുള്ളൊരു ക്രൈറ്റീരിയ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയിലെ എന്താണോ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് അത് മസ്റ്റായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതല്ലാതെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ കാനഡയിലും UK യിലൊക്കെ വലിയ എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ ലൈസൻസ് എടുക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കുമായിരുന്നിരിക്കാം. അതല്ല എന്തെങ്കിലും ഒരു ഓപ്ഷൻ വഴി ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ലാതെ ഒക്കെ ലൈസൻസ് എടുക്കാനായിട്ട് സാധിച്ചേക്കാം. ഇപ്പോൾ മാൾട്ടയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ലാതെ UK യിൽ ലൈസൻസ് എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയില്ല, കാൻഡിഡേറ്റ് തന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ജൂറിസ്ഡിക്ഷൻ്റെ റൂള് ഫോളോ ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. അവർക്ക് എക്സംഷൻ കിട്ടിയിട്ടായിരിക്കും ഈ UK, അയർലൻഡിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കയറിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പാത്വേ ഓപ്ഷൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. ഇംഗ്ലീഷ് ടെസ്റ്റ് കൊടുക്കാതെയാണ് ഈ പറഞ്ഞ കൺട്രിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നെങ്കിൽ ആപ്രയുടെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് കൊടുക്കേണ്ടി വരാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആപ്ര ഡിസിഷൻ തരികയുള്ളൂ. ഇംഗ്ലീഷ് ടെസ്റ്റ് വേണോ വേണ്ടയോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പാത്വേ ഓപ്ഷൻ വഴി ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് പറയുന്നുണ്ടെങ്കിലും ആപ്ര ഒരു 30 കൺട്രി ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ടെസ്റ്റ് വേണ്ടാത്തത്. സോ അതിൽ ഈ പറയുന്ന 6 കൺട്രീസിൻ്റെ ലിസ്റ്റുണ്ട്, പേരുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവരുടെ ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ട് വേവ് ചെയ്ത് കൊടുക്കേണ്ട കേസ് ആണെങ്കിൽ ആപ്ര കേസ് മാനേജർ ഇംഗ്ലീഷ് ടെസ്റ്റിന് വേവ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. IELTS, OET, PTE, TOEFL, കേംബ്രിഡ്ജ് ഇംഗ്ലീഷ്, അങ്ങനെ പല ഇംഗ്ലീഷ് ടെസ്റ്റുകളും ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ഇംഗ്ലീഷ് സ്കോറിൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ജനറൽ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ 2017 ശേഷം നിങ്ങൾ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഈ പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയ UK, അയർലൻഡ്, കാനഡ, സിംഗപ്പൂർ, US, സ്പെയിനിലൊക്കെ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഒരു 2-3 വർഷമൊക്കെയാണ് ഈ ഒരു പാത്വേ ഓപ്ഷൻ നിലനിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ഇവരത് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കുറേ റിക്വയർമെൻറ്റ്സിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കോസ്റ്റ് തന്നെയാണെങ്കിലും ഭയങ്കര കുറവായിരിക്കും. കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ഈ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റുക. ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം ഒരു 6 to 8 months മാത്രമേ സമയം എടുക്കുകയുള്ളൂ. നിങ്ങൾ എങ്ങോട്ടേക്കും ട്രാവൽ ചെയ്യേണ്ടിയും വരുന്നില്ല. സോ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ലൈസൻസ് എടുത്ത് വെക്കുക.
ഉടനെ മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുത്ത് വെച്ച് ഇത് എവറി ഇയർ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ സപ്പോർട്ട് വേണ്ട ആളുകളാണെങ്കിൽ ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്താൽ ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല, കാരണം ഈ ഒരു നമ്പർ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വാട്സപ്പായിട്ട് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.